നമ്മളാദ്യം നമ്മുടെ കമ്പനിയിലെ ഓരോ പ്രൊഡക്റ്റും എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതൊക്കെ നമ്മള് അറിഞ്ഞിരിക്കണം അല്ലെ? അപ്പം ആദ്യം തന്നെ ഞാന് ഉപയോഗിച്ച ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും ആദ്യം തന്നെ ആ റിസൾട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് ആദ്യം തന്നെ പറയാം. ഉം. നമ്മളെ കമ്പനി പറയുന്നത് നമ്മള് ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മള് ആദ്യം അത് യൂസ് ചെയ്യണം. ആ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മള് ബിസിനസ് ചെയ്യാനാണ് നമ്മളെ കമ്പനി പറയുന്നത്. അപ്പം ആദ്യം നമ്മളെല്ലാവരും ആദ്യം നമ്മള് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ്, അത് എന്തിനൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെ? അപ്പം ഞാന് ഇതില് ഒരുപാട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ റിസൾട്ട് കാരണമാണ് എന്റെ ഉപ്പ ഇതിലേക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് തന്നെ. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ ഹെർബൽ പേസ്റ്റ്. അപ്പം എനിക്ക് ഹെർബൽ പേസ്റ്റ് എങ്ങനെ റിസൾട്ട് ഉണ്ടായെന്ന് വെച്ചാല് എനിക്ക് ആദ്യം ബ്രഷ് ചെയ്യുമ്പോ ബ്ലഡ് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീക്കം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്തപ്പളാണ് എനിക്ക് ആ ഒരു പ്രശ്നം മാറിയത്. അപ്പം റഫീഖ് സാർ അന്ന് റഫീഖ് സാർ ആദ്യം മുതൽ ഈ ബിസിനസിനെ കുറിച്ച് പറയലുണ്ട്. ഞങ്ങളെ വീട്ടിൽ വന്ന് ഒരു ദിവസം സാറ് പരിപാടിക്ക് വന്നപ്പം ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഈ ഹെർബൽ പേസ്റ്റ്. അപ്പൊ ആ ഗിഫ്റ്റ് ആയിട്ട് തന്നപ്പോ ഞാനത് യൂസ് ചെയ്തു. സാർക്ക് അറിയില്ല എനിക്ക് ബ്രഷ് ചെയ്യുമ്പോ ഉള്ള പ്രോബ്ലംസ് ഒന്നും സാർക്ക് അറിയില്ല. അതൊന്നും അറിയാതെയാണ് സാറ് എനിക്ക് ഈ ഒരു ഹെർബൽ പേസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. അങ്ങനെ ആ പേസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ ഉപ്പാക്ക് ചാമ്പി തൈലൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ഒരു ദിവസം റഫീഖ് സാറിന്റെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ആ മീറ്റിങ്ങിന് പോയപ്പോഴാണ് അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് ഉപ്പ ഇറങ്ങുന്നത്. ഉപ്പച്ചി അതുപോലെ 5000 റുപ്യക്ക് കുറെ പ്രൊഡക്റ്റുകൾ വാങ്ങി ഞങ്ങളെ ഷോക്കേസില് എടുത്ത് വെച്ച്. അപ്പൊ ഞങ്ങള് അത് പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിനൊക്കെ പോയി. ഇപ്പൊ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിനൊക്കെ പോയി. അങ്ങനെ ഇത് എന്തിനൊക്കെയാണ് എന്നൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഓരോ നമുക്ക് വീട്ടിൽ തന്നെ ആവശ്യമായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകളുണ്ട് നമ്മളെ ഇതില്. ബിലോ 37, അതുപോലെ വൗണ്ട് ഹീല്, കഫ്നില്, ഇതൊക്കെ നമ്മള് ഒരു വീട്ടില് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് അല്ലെ? പനിയൊക്കെ നമുക്കിപ്പം ഒരു ക്ലൈമറ്റിന്റെ ചേഞ്ചില് നമുക്ക് പനിയൊക്കെ ഒരു വീട്ടില് ആർക്കെങ്കിലും ഒന്ന് ഉണ്ടായാല് പിന്നെ എല്ലാവർക്കും ആ വീട്ടില് പനിക്കാൻ തുടങ്ങും. അപ്പം പനിയൊക്കെ വരുമ്പോ ഞങ്ങളിപ്പോ വേഗം ചെയ്യുന്നത് ഈ ബിലോ 37 എടുത്ത് കുടിക്ക. പനി വരുന്നുണ്ടെന്ന് ആ ഒരു സിമ്പല് വന്നാൽ തന്നെ ഞങ്ങള് വേഗം 2 ക്യാപ്സ്യൂള് ബിലോ 37 കുടിക്കും. പിന്നെ അതുപോലെ തന്നെ ചുമ വരുമ്പോ കഫ്നിലൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. എന്താ പിന്നെ ഞാന് ഇതില് യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് ആയു ഹീല്. ആയു ഹീല് പ്രൊഡക്റ്റ് എനിക്ക് റിസൾട്ട് കിട്ടിയത് വെച്ചാല് ഈ ഡിസംബർ ജനുവരി മാസത്തില് 2 കൈയിന്റെ ഉൾഭാഗവും പഴയ തൊലി പോയി പുതിയ തൊലി ആയിട്ട് വരും. അതായത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അതായത് തൊലി പൊളിഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു പ്രശ്നത്തില് ഈ ആയു ഹീൽ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടിയത്. കാരണം ആദ്യം വന്നാല് ഈ തൊലി പൊളുന്ന സമയത്ത് ആദ്യം തന്നെ ഈ എല്ലാ സൈഡിലും ഓരോ വിരലിന്റെ സൈഡുകളിലും ഇങ്ങനെ കുരു ഇങ്ങനെ പൊന്തി വരും. അപ്പം അത് ഭയങ്കര വിയർക്കും. കൈ വിയർക്കുമ്പോ അതിങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടും. ഭയങ്കര ഇറിറ്റേഷൻ ആണ്. ക്ലാസ് ഒന്നും പഠിക്കാൻ പോകുമ്പോ ക്ലാസ് ഒന്നും കേൾക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പം ക്ലാസ്സിന്റെ ഇടയിലൊക്കെ എനിക്ക് നന്നായിട്ട് ചൊറിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ചുടുവെള്ളത്തിലൊക്കെ വെച്ചാൽ മാത്രമേ എനിക്ക് ആ ചൊറിച്ചില് മാറുള്ളൂ. അങ്ങനെ ഞാന് ഹോമിയോപ്പതിനെ കാണിച്ച്. അപ്പൊ ഹോമിയോപ്പതി ഒരു ഓയിൽമെന്റ് ഒരു ഓയില് തന്നെ. അങ്ങനെ അത് ഓയില് കൈമേല് പുരട്ടും. ആ പുരട്ടുന്ന സമയത്ത് ചൊറിച്ചിലൊന്നും അനുഭവപ്പെടൂല. ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അത്
പോകുമ്പോ പിന്നെയും ആ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉപ്പ ഈ ഒരു കമ്പനിയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ആയു ഹീൽ എന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്ത്. അപ്പൊ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ആ ഓയിൽമെന്റ് കയ്യില് പുരട്ടിയപ്പോ പിന്നെ എനിക്ക് ആ ചൊറിച്ചിൽ അനുഭവപ്പെട്ടിട്ടില്ല. അപ്പൊ വലിയൊരു ആശ്വാസാണ്. കാരണം നമ്മളെ ഉള്ളനാടി ചൊറി പറഞ്ഞാല് നമുക്ക് മൊത്തായിട്ട് ചൊറിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈയിനോട് ഒരു എങ്ങനെ ചൊറിയണ്ടേന്ന് നമുക്ക് മനസ്സിലാവൂല. അപ്പൊ അത്രക്കും നല്ല ഇറിറ്റേഷൻ ഉള്ളൊരു സംഭവായിരുന്നു. അപ്പം എന്താ ഈ ആയു ഹീല് യൂസ് ചെയ്തപ്പളാണ് എനിക്കത് മാറിയത്. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇപ്പൊ കുഴപ്പങ്ങളൊന്നുല്ല. എനിക്ക് നല്ലൊരു അനുഭവാണ് അത് കിട്ടിയത്. നല്ല റിസൾട്ടാണ് എനിക്ക് അതില് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ചാമ്പ്യൻ തൈലം എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഞാന് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം ഞാന് ഈ ബ്രൈഡലിന് മെഹന്തി ഇട്ടൊടുക്കാൻ പോയിണ്ട്. അത് മൈലാഞ്ചി ഇടുമ്പോ നമ്മള് മുട്ട് മുതല് കൈയിന്റെ ഉള്ളനാടിയും പുറവും 2 കൈയിന്റെ ഉള്ളനാടിയും പുറവും അതുപോലെ തന്നെ കാലൊക്കെ നമ്മള് ഫുള്ളായിട്ട് മെഹന്തി ഡിസൈൻ ചെയ്യും. അപ്പം നമ്മള് ചെയ്യുമ്പോ 5, 6, 7 മണിക്കൂർ ഒരേ ഇരുത്തം ചെയ്തിട്ടാണ് നമ്മള് ഡിസൈൻ ചെയ്യുന്നത്. മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആ 5, 6 മണിക്കൂർ ഒരേ രീതിയിൽ നമ്മൾ ഇരിക്കുമ്പോ നമുക്കറിയാം ഒരേ രീതിയിൽ നമ്മള് കുറേ മണിക്കൂർ കണക്കിന് ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കരായിട്ട് പെയിന് വരാൻ തുടങ്ങും അല്ലേ? അപ്പം എനിക്കങ്ങനെ പെയിന് വരാറുണ്ട്. ഊരയും പിന്നെ അതുപോലെ പെരടിയൊക്കെ നല്ല പെയിന് വരും. പക്ഷെ നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോ എനിക്ക് ആ പെയിനൊന്നും അനുഭവപ്പെടൂല. കാരണം എന്താ? ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് നല്ല ഇന്റെ സന്തോഷത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ഹാപ്പി ആയിട്ടാണ് ഞാൻ ആ വർക്ക് ചെയ്യുന്നത്. അപ്പം ആ വർക്ക് ചെയ്യുമ്പോ എനിക്ക് ആ ഒരു പെയിനൊന്നും എനിക്കൊരു വിഷയമേ അല്ല. പിന്നെ വീട്ടിലെത്തുമ്പോഴാണ് പെയിനൊക്കെ വരാൻ തുടങ്ങുക. അപ്പം ആദ്യം തന്നെ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ചെയ്യല് തൈലം ചൂടാക്കും. എന്നിട്ട് ഉമ്മാനെ കൊണ്ട് ഉയ്യിപ്പിക്കലാണ് ചെയ്യാ. അപ്പൊ മേല് മൊത്തം ഇങ്ങനെ ഒയ്യുമ്പം ഊരയും പൊറയൊക്കെ ഒയ്യുമ്പം നന്നായിട്ട് എനിക്ക് പെയിന് മാറും. അല്ലെങ്കില് നമ്മളിപ്പോ തൈലം തേച്ചിട്ടില്ലെങ്കില് എനിക്ക് 2 ദിവസം നല്ല ബോഡി പെയിൻ ഉണ്ടാവും. എണീക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അറിയുന്നവർക്ക് അറിയാം. 5, 6 മണിക്കൂർ ഒരേ ഇരുത്തം ഇങ്ങനെ ഇരിക്കുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ ബുദ്ധിമുട്ടൊന്നും എനിക്കിപ്പോ ഒരു വിഷയമേ അല്ല. കാരണം ഉള്ളത്തോലും കാര്യം എനിക്ക് ബ്രൈഡൽ മെഹന്തി വർക്ക് ചെയ്യാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ആണ്. കാരണം ആ പെയിൻ എനിക്കൊരു വിഷയമല്ല. ചിലര് പെയിനൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യലില്ല. പക്ഷെ ഞാൻ കൂടുതലും നമ്മള് എത്ര നമ്മള് മണിക്കൂർ കണക്കിന് ഇരിക്കുകയാണെങ്കിലും നമ്മള് തൈലം തേച്ചാ ആ പെയിന് പോവും. അപ്പൊ പിന്നെ നമുക്ക് ഒന്നും അറിയേണ്ടതില്ല. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മളെ ചാമ്പി എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ വുമൺ കമ്പാനി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പീരിയഡ്സ് ടൈമിലുള്ള വേദനക്കൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫീലിംഗ് ഫീലിംഗ് ബ്ലഡ് കൂടാനുള്ള ഫീലിംഗ് അല്ലെ? അപ്പൊ അതൊക്കെ ഞാന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പൈറുലിന. അപ്പം സ്കൂളൊക്കെ വിട്ട് വരുമ്പോ ഭയങ്കര ക്ഷീണായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മള് സ്കൂളിലായിരിക്കും. അപ്പം വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. അപ്പം ഈ സ്പൈറുലിന ഗോൾഡ് ഞാൻ കുടിച്ചതിന് ശേഷം എനിക്കിപ്പോ അത്തരത്തിലുള്ള ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലൊക്കെ ചില ആളുകൾക്ക് നന്നായിട്ട് ക്ഷീണം ഉണ്ടാവും. പിറ്റേ ദിവസം നല്ല ക്ഷീണം, യാത്രാ ക്ഷീണം എന്നൊക്കെ പറയില്ലേ? അപ്പൊ യാത്രാ ക്ഷീണമുള്ള കുറെ ആളുകളുണ്ട്. അപ്പം അതിനൊക്കെ നമുക്ക് ഈ സ്പൈറുലിന ഗോൾഡ് വളരെ നല്ല റിസൾട്ട് നൽകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബിലോ 37 പനി വരുമ്പോ ബിലോ 37ഉം കഫ്നിലും ഇൻഹീലറൊക്കെ ഞാന് അത് ജലദോഷം പിടിക്കുമ്പോ ഞാന് സ്കൂളിലേക്ക് കൊണ്ടുപോകലാണ് ഇൻഹീലർ. കാരണം മൂക്ക് ഇങ്ങനെ അടയുമ്പോ നമുക്ക് ശ്വാസം ശരിക്കും എടുക്കാൻ സാധിക്കില്ല. അപ്പം സ്കൂൾക്ക് കൊണ്ടുപോകുമ്പോ പീരീഡ് ഒക്കെ കഴിഞ്ഞാല് ഇൻഹീലർ എടുത്ത് വലിക്കും. അപ്പം ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും ഇതെന്താ സംഭവം? ഒരു സെന്റിന്റെ മാതിരിയുള്ള ഒരു കുപ്പിയിലാണല്ലോ നമ്മളെ ഇൻഹീലർ ഉള്ളത്. അപ്പൊ ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് അവരും ഇതെടുത്ത് ഇങ്ങനെ ശ്വസിക്കും. അപ്പൊ നല്ലൊരു റിലാക്സ് കിട്ടും. ഇൻഹീലർ യൂസ് ചെയ്ത ആളുകൾക്ക് മനസ്സിലാകും. നല്ലൊരു വിക്സിന്റെ ഒരു മണം നമ്മളെ മൂക്കിന് നല്ലൊരു ആശ്വാസം കിട്ടും അത് വലിച്ചാല്. അപ്പൊ അങ്ങനെ ഇൻഹീലറൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിവാഗെയിന്
പിന്നെ അതുപോലെ തന്നെ വൗണ്ട് ഹീല് പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മളെ വീട്ടില് മസ്റ്റായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് വൗണ്ട് ഹീല് അല്ലെ? നമുക്ക് എപ്പോഴാ ഇപ്പൊ കത്തി പറ്റുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കത്തി പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പം അതിനൊക്കെ നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് വൗണ്ട് ഹീല്. വൗണ്ട് ഹീല് പിന്നെ അതുപോലെ തന്നെ ഞാൻ വണ്ടിമന്ന് വീണാലൊക്കെ എന്തെങ്കിലുമൊക്കെ മുറിവൊക്കെ പറ്റിയാലൊക്കെ വൗണ്ട് ഹീൽ എടുത്ത് തേക്കലാണ്. വൗണ്ട് ഹീലും പിന്നെ അതുപോലെ തന്നെ മറ്റേ നോവേദന ക്യാപ്സ്യൂളൊക്കെ കഴിക്കും വേദന ഒന്നും ഉണ്ടാവാതിരിക്കാൻ. അപ്പൊ ഇതൊക്കെ ഒരുപാട് നല്ല പ്രൊഡക്റ്റുകളാണ്. നല്ല റിസൾട്ട് നമ്മള് വിചാരിച്ചതിനേക്കാൾ അപ്പുറം നമുക്ക് റിസൾട്ട് കിട്ടിയ അത്ഭുതകരമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ എലമെന്റ്സ് വെൽനെസ്സിലെ എന്താ പ്രൊഡക്റ്റുകള്. അതുപോലെ തന്നെ നമ്മളെ ന്യൂ സ്റ്റാറിന്റെ ഫേസ് വാഷ്, ഹെയർ ഓയില്, അതുപോലെ വൈറ്റനിങ് ബോഡി ലോഷൻ, അങ്ങനത്തെ കുറേ പ്രൊഡക്റ്റുകള് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ ഫാമിലി ഇപ്പം ഈ ഒരു കമ്പനിയിലേക്ക് വന്നതിന് ശേഷം വളരെ നല്ലൊരു മെച്ചം എന്താണെന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ ഇതുവരെ കമ്പനിയിൽ അതിന് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോകലില്ല. പോകാൻ ഭയങ്കര മടിയാണ്. കാരണം എന്താ ആ മരുന്ന് ഇങ്ങനെ കുടിച്ചിട്ട് പിന്നെ ആ മരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറയും. വീണ്ടും വരാൻ പറഞ്ഞിട്ട് പിന്നെയും ആ മരുന്ന് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കണം. എനിക്ക് ഈ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുക പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. അപ്പൊ പൊതുവെ എന്റെ ഉപ്പയും അങ്ങനെ ഹോസ്പിറ്റൽ കേസിനൊന്നും പോവേയില്ല. കൂടുതൽ നമ്മള് വീട്ടിലുള്ള ആയുർവേദിക്കായുള്ള തുളസിന്റെ ഇല ഒക്കെ തിളപ്പിച്ച് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഹോസ്പിറ്റലിൽ പോവല് വളരെ വളരെ കുറവാണ്. എനിക്ക് എന്നാ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയത് എന്നുകൂടി എനിക്ക് ഓർമ്മയില്ല. അപ്പം പക്ഷെ എന്റെ ഫ്രണ്ട്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരൊക്കെ അവരെ ഫാമിലിയൊക്കെ എപ്പോഴും ഹോസ്പിറ്റലിലായിരിക്കും. എന്തെങ്കിലും ഒന്ന് തലവേദന വരുമ്പോഴത്തേനും അവരെ ഹോസ്പിറ്റലിലേക്ക് പോകും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും ഒക്കെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കുടിക്കുന്ന പല ആളുകളും, കൂടുതലും ആളുകളും, ഒരു 90% ആളുകളും വേഗം ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കുടിക്കുന്ന ആളുകളാണ് അല്ലെ? അപ്പം ഈ മരുന്ന് കുടിക്കണത് നല്ല മരുന്ന് കുടിക്കണം അല്ലെ? സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത മരുന്നുകൾ കുടിക്കണം. ഇപ്പൊ ഇംഗ്ലീഷ് ഗുളിക എന്ന് പറഞ്ഞാല് സൈഡ് എഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഉറപ്പ് പറയില്ല. നമ്മളൊക്കെ എന്താ കുടിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് അത് കുടിക്കുമ്പോഴാണ് റിലാക്സ് കിട്ടുന്ന ആളുകൾ ഉണ്ടാവും. അപ്പം സൈഡ് എഫക്റ്റ് നമ്മൾ ഏത് കാര്യം നമുക്കൊരു രോഗം ഉണ്ടെങ്കിൽ ആ കാര്യം മാറാൻ വേണ്ടി ഒരു മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അതുമൂലം നമ്മുടെ മറ്റു ശരീരങ്ങൾക്ക്, മറ്റു അവയവങ്ങൾക്ക് എന്താ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള മരുന്ന് കുടിക്കുകയാണ് നമ്മൾ നല്ലത്. അപ്പൊ നമ്മൾ നോക്കണം, സൈഡ് എഫക്റ്റ് ഉള്ള ഒന്നാണോ എന്ന് നമ്മൾ നോക്കണം. അപ്പം അത്തരത്തിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നമുക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഈ എം ഐ ലൈഫ് സ്റ്റൈലിലുള്ള കമ്പനിയുള്ള ഓരോ പ്രൊഡക്റ്റും. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഗവൺമെന്റ് അംഗീകാരമുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളുടെ ഓരോന്നും അല്ലെ? അപ്പം പിന്നെ നമ്മുടെ ഈ കമ്പനിയുടെ പ്രത്യേകത എന്താ വെച്ചാല് കൂടുതൽ എയിം ചെയ്തിരിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിനാണ്. ആരോഗ്യം നന്നാക്കിയിട്ടാണ് ബിസിനസ് പിന്നെയാണ് ബിസിനസ്സിനുള്ള പ്രാധാന്യം. ആദ്യം നമ്മള് ആരോഗ്യം നിലനിർത്താനാണ് അവര് ശ്രമിക്കുന്നത്. അപ്പം അത് വലിയൊരു കാര്യമാണ്. കാരണം സ്വന്തം ഇന്നത്തെ കാലത്ത് ദിനം ദിനം രോഗങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാണ്. അപ്പം രോഗം വന്ന് ചികിത്സിക്കുന്നതിനാട്ടി ഏറ്റവും ഉത്തമം രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കുക എന്നാണ്. അതിനുള്ള പ്രതിരോധം നമ്മൾ അതിനാണ് വെൽനെസ് പ്രൊഡക്റ്റുകൾ ഇത് ഈ കമ്പനിയിലുള്ളത്. അപ്പം രോഗം വരാതെ നമ്മള് സൂക്ഷിക്കണം. അപ്പം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനായിട്ടുള്ള ഭേദം നമുക്ക് രോഗം വരാതിരിക്കാതെ നോക്കുന്നതാണ് അല്ലെ? അപ്പം നമ്മളിപ്പം ഒരു ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയുള്ളൂ അല്ലെ? അപ്പൊ ആരോഗ്യം ഉണ്ടാകുമ്പോ നമുക്ക് ജോലി ചെയ്യാനും അതുപോലെ എല്ലായിടത്തും പോകാനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ അല്ലെ? അപ്പം അതിനൊക്കെ വേണ്ടത് നമുക്ക് ആരോഗ്യമാണ്. ആരോഗ്യം വേണം, എന്നാലേ നമുക്ക് ജോലി, അല്ലെങ്കിൽ ആരോഗ്യം ഒന്നും ഇല്ല പക്ഷെ കുറേ സമ്പത്തുണ്ട് അതുകൊണ്ട് കാര്യമുണ്ടോ?
ഇല്ല, ഒരിക്കലുമില്ല. അയാൾക്കൊരു ആ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ആരോഗ്യമുള്ള ഒരാൾക്ക് ഇപ്പം അദ്ദേഹത്തിന് ആരോഗ്യമില്ലെങ്കില് ഇപ്പം എണീറ്റ് നടക്കാനൊന്നും കഴിയില്ലെങ്കിൽ ആരോഗ്യം ഉം കുറവാണെങ്കില് അദ്ദേഹത്തിന് ലൈഫില് സന്തോഷിക്കാൻ വളരെ പ്രയാസമായിരിക്കും. കുറേ സമ്പത്തുണ്ടായിട്ട് കാര്യല്ല. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തില് നമ്മള് കൂടുതലും കാണുന്നത് നമ്മള് ആരോഗ്യം ശ്രദ്ധിക്കാണ്ട് പണിയെടുക്കുന്ന കൂടുതൽ പണിയെടുത്ത് പണം സമ്പാദിക്ക്ണ്ട്. കൂടുതൽ ആളുകളും പക്ഷെ ആരോഗ്യം തീരെ ശ്രദ്ധിക്കാതെ പണിയെടുക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പം അവരൊക്കെ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരു രോഗം വരുമ്പോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാല് അതുവരെ ഉണ്ടാക്കിയ ആ പണം മുഴുവനും ആ ഹോസ്പിറ്റൽ കേസിലായിട്ട് പോവുകയാണ്. അവര് അത്രയും കാലം എന്താ ഉണ്ടായിരുന്ന ഏഹ് ആ ഒരു പണം മുഴുവനും ഹോസ്പിറ്റൽ കേസിലായിട്ട് പോയപ്പം ഹോസ്പിറ്റൽ കേസ് ഉള്ളോൽക്കൊക്കെ അറിയാം. ഹോസ്പിറ്റലിൽ പോയാല് നമ്മള് വിചാരിച്ചതിനേക്കാൾ അപ്പുറം പണം അവിടെ ചെലവഴിക്കണ്ടേ. ഓരോ ടെസ്റ്റുകൾക്കും ഓരോ സ്കാനിങ് അങ്ങനെ ഓരോ ടെസ്റ്റുകൾക്കും ഓരോ ഇതിങ്ങനെ പറഞ്ഞ് ഡോക്ടേഴ്സ് ഇങ്ങനെ ഓരോ ടെസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് എഴുതി തരും. അപ്പൊ നമ്മളവിടെ പോയി നമ്മള് ആ ഒരു അസുഖത്തിനൊരു മരുന്ന് വാങ്ങാന്ന ഉദ്ദേശത്തോട് കൂടിയേക്കാരം പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ശരീരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകളാണോ ചെയ്യേണ്ടത് ആ ടെസ്റ്റുകളൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഓല് നമ്മളെ പറഞ്ഞയക്കുള്ളൂ. അപ്പൊ ആ ഒരു ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോത്തിനും ഒരു ഏകദേശം ഒരു 5,000ന്റെ മേലെങ്കിലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം നമുക്ക് പണം ചെലവഴിക്കേണ്ട ഒരവസ്ഥ വരും. അപ്പം അങ്ങനെ ആവുന്നതിനേക്കാൾ നമ്മള് വരാതെ ആ രോഗം വരാതെ നമ്മള് സൂക്ഷിക്ക എന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് പ്രൊഡക്റ്റും നോക്കിയാല് ഉം ഓരോ പ്രൊഡക്റ്റ് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും ആ ഒരു പ്രൊഡക്റ്റിന്റെ നെയിമില് തന്നെ നമുക്ക് മനസ്സിലാകും അത് എന്തിനുള്ള പ്രൊഡക്റ്റ് ആണെന്ന്. ഇപ്പൊ വെൽഹാർട്ട് എന്നുള്ളത് പറയുമ്പോ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് വെൽഹാർട്ട് നമ്മള് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഓരോ പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഉണ്ട് അല്ലെ. വെൽഹാർട്ട്, അതുപോലെ ലിവർ സംബന്ധമായിട്ട് പ്രശ്നം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ കഫം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്. അപ്പൊ നമ്മളെ ഈ ഓരോ പ്രൊഡക്റ്റിന്റെ പേര് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ നോക്കുമ്പോ നമുക്ക് അതെന്തിനാ ഉള്ളതെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മളെ ഈ പേര് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും അത് എന്തിനുള്ള പ്രൊഡക്റ്റ് ആണ്ന്ന്. പിന്നെ നമ്മൾ അത് വിശദായിട്ട് പഠിക്കണം. ആ പ്രൊഡക്റ്റ് എന്തിനാണ് ഒന്നും കൂടി ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ എന്തൊക്കെ റിസൾട്ട് ആണ് കിട്ടുക എന്ന് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് നമ്മള് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മള് ഇപ്പൊ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കില് നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി കൊടുക്കണം. അപ്പം അവരോട് പറയണം നിങ്ങള് ഇപ്പൊ ചില ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് വല്ല റിസൾട്ട് ഒന്നും കിട്ടിയില്ല, ഞാൻ വെറുതെ വാങ്ങിയതാണ്, എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ അങ്ങനെ പറയുന്ന ആളുകളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അവർക്ക് അങ്ങനെ റിസൾട്ട് വരാതിരിക്കാൻ കാരണം എന്താന്നറിയോ? അവര് പോസിറ്റീവ് മൈൻഡോട് കൂടിയല്ല ഒരുപക്ഷെ കഴിച്ചിട്ടുണ്ടാവുക. നമ്മള് പോസിറ്റീവ് മൈൻഡോട് കൂടി കഴിച്ചാൽ എന്തായാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. കാരണം നമ്മളുടെ മനസ്സാണ് കൂടുതൽ നമ്മളെ എല്ലാ കാര്യങ്ങളും പ്രേരിപ്പിക്കുന്നത് അല്ലെ. മനസ്സ് പറയും പോലെയാണ് നമ്മളെ ശരീരം നമ്മള് പ്രവർത്തിക്കുന്നത്. അപ്പൊ മനസ്സിൽ പറയാണ് ഞാൻ എത്ര മരുന്നുകൾ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടൊന്നും ഈ ഒരു അസുഖം മാറിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാവുംന്ന് എനിക്ക് തോന്നണില്ല. ഏതായാലും ആള് തന്നതല്ലേ, നമുക്കൊന്ന് കഴിച്ചു നോക്കാന്നുള്ളൊരു ഇതില് അങ്ങനെ കഴിക്കുന്നവര് പലരും ഉണ്ടാവും. നെഗറ്റീവ് മൈൻഡോട് കൂടി കഴിക്കുന്ന ആളുകള്. അപ്പൊ അവർക്ക് ആ റിസൾട്ട് കണ്ടാലും ഇപ്പൊ പല റിസൾട്ടും ഓലിക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. പക്ഷെ
മനസ്സിങ്ങട്ട് അനുവദിക്കൂല. റിസൾട്ട് കിട്ടിയില്ല. വെറുതെ കഴിക്കാണ്. എന്തിനാണ് ഇങ്ങനെ കഴിക്കണത്? നിർത്തിയാളാന്ന് മനസ്സിങ്ങനെ പറയാണ്. കാരണം എന്താ? ആദ്യം തന്നെ നെഗറ്റീവ് മൈൻഡോട് കൂടിയാണ് പ്രൊഡക്റ്റ് കഴിച്ചത്. അപ്പൊ എന്തായാലും നെഗറ്റീവേ അവര് പറയുള്ളൂ. പറയാണെങ്കിലും റിസൾട്ട് ചോദിക്കാണെങ്കിലും ഓൽക്ക് വേണമെങ്കിൽ റിസൾട്ട് ഒക്കെ ഉണ്ടാവും. ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളോട് പറയും വല്ല മെച്ചൊന്നും ഇല്ല. ഞാൻ കുടിച്ചിട്ട് വല്ല മെച്ചൊന്നും കാണുന്നില്ലാന്നൊക്കെ നമ്മളോട് പറയും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഓലോട് പറയാ. നമ്മള് ഏതൊരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിലും നിങ്ങള് കഴിച്ചു നോക്കിയിട്ട് അല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി ഇങ്ങള് കഴിച്ചു നോക്കിയേ. ഇങ്ങനെ ഇത് കഴിച്ചാൽ എനിക്ക് മാറിയാലോ? അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് അത്രയും റിസൾട്ട് നമ്മള് ഓരോ റിസൾട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഇങ്ങനെ മാറിയിട്ടുണ്ടോ? അപ്പൊ എന്റെ ഈ ഒരു രോഗവും മാറുകയാണെങ്കിലോ, അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി കഴിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്ന് ആദ്യം തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് കുടിക്കാൻ പറയണം. ഇപ്പം നല്ല ഇപ്പം ഏം, നല്ല രോഗം അത് നല്ലോണം ഉണ്ടെങ്കില്, ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗമാണെങ്കിൽ അസുഖമാണെങ്കിൽ അത് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ, ഇപ്പം ശ്വാസം തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ ശ്വാസതടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാം 3 മാസം. നമ്മളെ കമ്പനി തന്നെ പറയുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റും ഇത്ര മാസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം. അതിന്റെ ഇടയിൽ സ്റ്റോപ്പ് വരരുത്. എന്താ ഇത്ര അളവിൽ കുടിക്കണം, ഇത്ര മാസം കുടിക്കണം. ഇപ്പൊ 1 മാസം കുടിച്ച് പിന്നെ റിസൾട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് നിർത്തി വെക്കണ ആളുകളുണ്ട്. എനിക്ക് അങ്ങനെ റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല, 1 മാസം കഴിക്കുമ്പോഴത്തേനൊന്നും പ്രൊഡക്റ്റ് ഒന്ന് റിസൾട്ട് തരൂല. കാരണം ചില ആളുകൾക്ക് ട്ടോ, എല്ലാവർക്കും എന്നില്ല, പലർക്കും 2 ആഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേനും റിസൾട്ട് കിട്ടുന്ന പല ആളുകളുണ്ട്. അപ്പം ചില ആളുകൾക്ക് 1 മാസം, 2 മാസം, 3 മാസം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പം അത് നമ്മൾ ആദ്യം പറയണം. നിങ്ങൾ ഇത്ര ബോട്ടിൽ കുടിക്കണം, കുടിച്ചു നോക്കാം. നിങ്ങൾക്ക് റിസൾട്ട് ആ ഒരു ഇത് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 3 മാസം, അതാണ് കമ്പനി പറയുന്നത്. അപ്പം ഈ ഒരു മന്തിൽ നിങ്ങൾ കറക്റ്റ് ടൈമിലായിട്ട് കുടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാകുമെന്ന് നമ്മൾ തീർത്തും അവരോട് പറയണം. അല്ലാതെ നിങ്ങൾക്ക് ഇത് കഴിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, നിങ്ങൾ കഴിച്ചു നോക്കിന്ന് പറഞ്ഞാൽ ഓല് ഒരു കുപ്പി കഴിച്ചു നോക്കും. അപ്പൊ കഴിച്ചു നോക്കുമ്പോ പിറ്റേന്ന് നമ്മൾക്ക് വിളിച്ചു പറയും, ഞാൻ ആ പ്രൊഡക്റ്റ് കഴിച്ചു, പക്ഷെ എനിക്ക് അങ്ങനെ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുത്തരുത്. നമ്മൾ ആദ്യം തന്നെ അതിനാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും എന്തിനൊക്കെയാണ്, എത്ര മാസം കുടിക്കണം, എത്ര അളവിൽ കുടിക്കണം എന്ന് പഠിക്കുന്നത്. അത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ ആദ്യം പഠിക്കണം. അതിനാണ് പ്രൊഡക്റ്റ് ട്രെയിനിങ് വേണ്ടത്. അപ്പം എല്ലാവരും നമ്മളെ ഈ ഒരു എല്ലാ പ്രൊഡക്റ്റുകളും എന്തിനൊക്കെയെന്ന് പഠിച്ചിരിക്കണം. അല്ല, പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാവരും പഠിക്കുക, എന്നിട്ട് അത് യൂസ് എന്നിട്ട് അപ്പൊ നല്ല യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റില് നല്ല വിശദമായിട്ട് പ്രൊഡക്റ്റില് പറയുന്നത് ആയുഷ്വാസ് എന്ന ഒരു അവലേഹമാണ്. അത് ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ആയുഷ്വാസ് എന്ന ഈ ഒരു ലേഹത്തിന്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ശ്വാസകോശത്തിന് ഇത്രയും പ്രാധാന്യം നൽകേണ്ടത്? കാരണം ഇന്നിപ്പം നമുക്കറിയാം, വലിയ വലിയ ഫാക്ടറീസുകളിൽ നിന്നും മാരകമായിട്ടുള്ള പുകയാണ്, ദൂഷിച്ച വായുവാണ് അന്തരീക്ഷത്തിലേക്ക് വിടുന്നത്. അപ്പൊ ആ ഒരു അന്തരീക്ഷത്തിലുള്ള വായുവാണ് നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള മലിനമായ വായുവൊക്കെ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മളെ ശ്വാസകോശത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ വായുവിൽ പൊടിപടലങ്ങൾ ധാരാളമുണ്ട്. ഈ രാത്രി ടോർച്ച് അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ പൊടിപടലങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കണം. കുറേ ഉണ്ടാവും. ആ ലൈറ്റിൽ മൊത്തം ഇങ്ങനെ, ആ ലൈറ്റ് അടിക്കുമ്പോ വെളിച്ചത്തിൽ നമുക്ക് നോക്കിയാൽ കാണും ആ പൊടിപടലങ്ങള്.
അപ്പം അത്രയും പൊടിപടലങ്ങൾ ഉള്ള ഒരു സാഹചര്യം, അതൊക്കെ നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള വായു നമ്മളിങ്ങനെ ശ്വസിച്ചിരിക്കുമ്പോ അതിൻ്റെതായ പല പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള വായുവിനാൽ മറ്റൊരാളിലേക്ക് പകരുന്നതായിട്ടുള്ള പല വ്യാധികൾ, എയർബോൺ ഡിസീസസ്, അതായത് തുമ്മുമ്പോഴൊക്കെ ബാക്ടീരിയാസ് ജനങ്ങളിൽ നിന്നും ജനങ്ങളിലേക്ക് പടരുന്ന പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഒക്കെ എന്താ പകർന്നിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ദിനം ദിനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടും നമ്മുടെ ശ്വാസകോശത്തിന്, ആരോഗ്യത്തിന് എന്തുകൊണ്ടും നമ്മൾ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ്. പിന്നെ അതേപോലെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പം ഒരാൾക്ക് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പ് വെക്കുമ്പോഴേക്കും നന്നായിട്ട് കിതപ്പ് അനുഭവപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ല്ലേ. ഒരു കയറ്റം കയറുമ്പോഴത്തേനും നന്നായിട്ട് കിതക്കുന്ന ആളുകൾ ഉണ്ടാവും. നന്നായിട്ട് കിതച്ച് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി നന്നായിട്ട് കിതക്കുന്ന ആളുകൾ ഉണ്ടാവും. ആ കിതപ്പുള്ള ആളുകള് മനസ്സിലാക്കുക, അതൊരു ആ ഒരു സിമ്പലാണ്. ശ്വാസകോശ സംബന്ധമായിട്ട് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ള ഒരു സിമ്പലാണ്, ഒരു അടയാളമാണ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ്. ആദ്യത്തെ ലക്ഷണമാണ് അത്. കുറച്ച് നടക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു കയറ്റം കയറുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കിതപ്പ് അനുഭവപ്പെടുമ്പോ ശ്വാസകോശ സംബന്ധമായിട്ട് എന്തോ ഒരു പ്രശ്നം എനിക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ അതൊരു ലക്ഷണമാണ്. അപ്പം അതാണ് ഒന്നാമത്. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാല് നന്നായിട്ട് ശ്വാസം എടുക്കുമ്പോൾ നന്നായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും. ഇപ്പം നമുക്കറിയാം, ചില ആളുകളൊക്കെ ശ്വാസം എടുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ല്ലേ. ശ്വാസം എടുക്കുമ്പോൾ വേറൊരു രീതിയിൽ സൗണ്ട് ഒക്കെ വരുന്ന ആളുകൾ ഉണ്ടാവും. അപ്പം അങ്ങനൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജലദോഷം ഒക്കെ പെട്ടെന്ന് ജലദോഷം വരിക, ജലദോഷം ഇങ്ങനെ കുത്തിയുള്ള കഫം വരിക, അങ്ങനെ ജലദോഷം നമ്മളെ വിട്ടുമാറാത്ത, ചിലവർക്ക് ജലദോഷം എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെ കുറച്ച് മാറുമ്പോഴത്തേനും പിന്നെയും ജലദോഷം പിടിക്കും, മൂക്കടയ്ക്ക, സൗണ്ട് ഒക്കെ മാറുക, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കുക, ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ള ഒരു സിമ്പലാണ് അത് കാണിക്കുന്നത്. അപ്പം ആ സിമ്പൽ കാണുമ്പോൾ നമ്മൾ അതിനുള്ള ട്രീറ്റ് ചെയ്യണം. കാരണം അത് മൂർച്ഛം കൂടുമ്പോഴത്തേ നമ്മൾ അതിനു വേണ്ടി അതിനു വേണ്ടിയുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുക. അതായത് അത് വരാതിരിക്കാൻ, അത് മൂർച്ഛം കൂടാതിരിക്കാൻ, മൂർച്ഛം കൂടിയിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലത് മൂർച്ഛം വരാതെ നമ്മൾ സൂക്ഷിക്കുക. മൂർച്ഛത്തിലേക്ക് എത്താൻ നമ്മൾ സമ്മതിക്കരുത്. അപ്പം മൂർച്ഛം വരാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ അത് ഇപ്പം നന്നായിട്ട് കിതപ്പുള്ളത് പറഞ്ഞാല്, എന്റെ ഉമ്മാക്ക് നന്നായിട്ട് കിതപ്പുണ്ടായിരുന്നു. ഒരു കയറ്റം കയറുമ്പോഴത്തേനും, ഇപ്പൊ ആപ്പപ്പന്റെ വീട്ടിലൊക്കെ കയറുമ്പോഴത്തേനും നന്നായിട്ട് കിതച്ചിട്ട് കുറച്ചു നേരം ഒന്ന് നന്നായിട്ടൊന്ന് നിക്കണം, ഒന്ന് റിലാക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ ശ്വാസം നല്ല രീതിയിൽ നോർമൽ ആയിട്ട് വരുള്ളൂ. നന്നായിട്ട് കിതച്ചിട്ട് ഇങ്ങനെ വീർപ്പിട്ടാത്ത ഒരു അവസ്ഥ ആയിട്ട് വരും. അങ്ങനെ വരുന്ന കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരൊക്കെ എന്തായാലും ഈ ആയുശ്വാസം എന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. കാരണം അവർക്ക് ശ്വാസകോശ തടസ്സമായിട്ട് എന്തോ ഒരു അസുഖം വരുന്ന ഒരു ലക്ഷണമാണ്. അപ്പൊ എന്റെ ഉമ്മ 3 ബോട്ടിൽ കുടിച്ച് ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ 3 ബോട്ടിൽ ഉമ്മ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ജലദോഷമുള്ള ആളുകളൊക്കെ, വിട്ടുമാറാത്ത ജലദോഷം, ഇതൊക്കെ ഈ ഒരു പ്രശ്നത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇനി ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരണങ്ങൾ പറഞ്ഞാൽ അലർജിക് റിയാക്ഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അലർജിക് ഏജന്റ്, നമ്മളിപ്പം അലർജിക് ഏജന്റ് വഴിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം അലർജിക് ഏജന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയോ അല്ലെങ്കിൽ നമ്മളെ ചില പെർഫ്യൂംസ് ഒക്കെ
സെന്റിന്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോഴേക്കും അലർജിക് പ്രശ്നമുള്ള ആളുകളുണ്ടാവും. ആ സ്മെല്ല് പറ്റാത്തവരുണ്ടാവും ല്ലേ? അവർക്ക് ആ സ്മെല്ല് ഇങ്ങട്ട് അടിക്കുമ്പോഴേക്കും ഭയങ്കരായിട്ട് എന്തൊക്കോ സംഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് ഓരോ സ്മെല്ല് പറ്റാത്ത രീതിയിലുണ്ടാവും. അപ്പൊ ചിലർക്ക് പെട്രോളിന്റെ സ്മെല്ല് അത്ര നല്ലതല്ലായിരിക്കാം. ചിലർക്ക് മണ്ണിന്റെ സ്മെല്ല് അത്ര എന്താ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. പെട്രോളിന്റെ സ്മെല്ലൊക്കെ ഡീസലിന്റെ അങ്ങനത്തൊക്കെ സ്മെല്ല് അടിക്കുമ്പോഴൊക്കെ ഭയങ്കര റിയാക്ഷൻസ് ഉണ്ടാവുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതുപോലെ ഈ എന്താ പൂവിലുള്ള പൂമ്പൊടിയൊക്കെ ഉണ്ടാവുമ്പോ അലർജിക് റിയാക്ഷൻസ് ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ ശരീരത്തിൽ ഒരു മാസ്റ്റർ സെല്ലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കോശങ്ങള് ഹിസ്റ്റാമൈൻ എന്ന് പറയുന്ന ഒരു ഉൽപാദനത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഹിസ്റ്റാമൈന്റെ സെക്രീഷന്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് മനുഷ്യരിൽ കണ്ടുവരുന്നത്. അത് അലർജിക് റിയാക്ഷൻസ് ആയിട്ട് എന്താ നമുക്കറിയാം, തുമ്മും. ചില ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും പൊടിയൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ബെഡ്ഷീറ്റ് ഒന്ന് കൊടുമ്പോത്തിനും തുമ്മുന്ന പല ആളുകളുണ്ടാവും. അപ്പം അവർക്കൊക്കെ ഈ അലർജിക് റിയാക്ഷൻസ് ആണ്. അതുപോലെ തന്നെ തൊലിപ്പുറത്തുണ്ടാവുന്ന എന്താ ചുവപ്പ് കളറിൽ കുരുക്കളൊക്കെ ഇങ്ങനെ പൊന്തി വരിക, അതൊക്കെ അലർജിക് റിയാക്ഷൻസ് ആണ്. പിന്നെ അതുപോലെ നീർക്കെട്ട്, പിന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഈ അലർജിക് റിയാക്ഷന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ഒരു കാരണമാണ് വീക്കായിട്ടുള്ള ലങ്സ്. വീക്കായിട്ടുള്ള ലങ്സ് ഉള്ള ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ ജനറ്റിക് റീസൺ, പാരമ്പര്യമായിട്ട് ഈ ഒരു ശ്വാസകോശ തടസ്സം പാരമ്പര്യമായിട്ടുള്ളവരുണ്ടാവും. അതായത് ഇപ്പം വീട്ടില് ഉപ്പുപ്പ, വലിപ്പ, ഉമ്മുമ്മ, ആർക്കെങ്കിലും ഒരു ആൾക്ക് ആസ്മ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കില് അവർക്കൊക്കെ എന്താ അവരുടെ അടുത്ത ജനറേഷനുള്ള പുതിയ ജനറേഷന് ആ ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു രോഗം വരാൻ ചാൻസ് ഉണ്ട്. ജനറ്റിക് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഈ അലർജിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇതിനൊക്കെ എന്താ ഇന്നിപ്പം നമ്മളെ മാർക്കറ്റില് ഇതിനൊക്കെ പല തരത്തിലുള്ള സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. അതായത് ഇത്തരത്തിലുള്ള ആളുകള് പലതരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതില് കൂടുതൽ ആളുകളും ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾ കൂടുതൽ ആളുകളും ഇൻഹീലർ യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ? ഇൻഹീലർ യൂസ് ചെയ്യുന്ന കുറെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവര് ഈ ഇൻഹീലർ യൂസ് ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവര് എവിടെ പോവുകയാണെങ്കിലും അവര് ഇൻഹീലർ കയ്യിൽ കരുതും. കാരണം അവർക്ക് എപ്പോഴാണ് എന്താ ഈ ശ്വാസകോശ തടസ്സം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവരെപ്പോഴും ഈ ഇൻഹീലർ അവരുടെ പോക്കറ്റിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഒന്ന് ശ്വാസകോശ തടസ്സം ഉണ്ടാവുമ്പോ വേഗം ഇൻഹീലർ എടുത്ത് വലിക്കും. പക്ഷെ അതിലൊക്കെ കൂടുതൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പം നമുക്കറിയാം, ഒരു മാഡം ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഈ അവരുടെ മകള് ഇൻഹീലർ വലിച്ചിട്ട് കുഴിയായതൊക്കെ ഒരു അനുഭവം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇൻഹീലർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് അറിയാം സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നു. പക്ഷെ ആ ഇൻഹീലറിന്റെ അഡിക്റ്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ 10 വയസ്സ് മുതലൊക്കെ ആസ്മ പോലത്തെ പ്രശ്നമുള്ള ആള് 30 വയസ്സ് വരെ ആ ഇൻഹീലർ യൂസ് ചെയ്യും. എപ്പോഴും കയ്യിൽ കരുതും. അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലെ ഒരു ശൈലിയായിട്ട് ഈ ഇൻഹീലർ മാറാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഇൻഹീലർ അവര് യൂസ് ചെയ്യും. അങ്ങനെ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇൻഹീലർ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു എന്താ രീതിയിലേക്ക് അവര് മാറും. പിന്നെ അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സ് ആയിട്ടുള്ള കുറെ മരുന്നുകളും പിന്നെ അതുപോലെ മെഡിസിൻസ് ഒക്കെ ഈ അലർജിക്ക് സംബന്ധമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. ഇപ്പം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ ഇൻഹീലർ വലിക്കുന്ന ആളുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ആ മേഡം പറഞ്ഞതുപോലെ നമുക്കറിയില്ല എന്താ എങ്ങനെയാണ് സൈഡ് എഫക്റ്റ് വരുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഉള്ളവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന്.
അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിലാണ് നമ്മളെ ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടാനുള്ള മാർഗം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളെ എലമെന്റ്സ് വെൽനെസിന്റെ ആയുശ്വാസ് എന്ന പ്രൊഡക്റ്റ് ആണ്. കാരണം ഇത് ആയുർവേദത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അതുപോലെ തന്നെ ആയുർവേദക്ക് മരുന്നാണ്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ. അപ്പോൾ ആയുർവേദത്തിലൂടെയുള്ള മരുന്നുകളാണ് നമ്മളെ ആയുശ്വാസിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. അതില് കൂടുതൽ ഉണക്കമുന്തിരി നന്മേദി വാഗ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉണക്കമുന്തിരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിന് ഒരുപാട് അമിനോ ആസിഡ്സ് അടങ്ങിയതാണ്. മുന്തിരിയിൽ ഒരുപാട് അമിനോ ആസിഡ്സ് അടങ്ങിയതാണ്. പിന്നെ അതുവരെ ഊർജ ഉൽപാദനത്തിന് വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നതാണ് ഉണക്കമുന്തിരി ഊർജ ഉൽപാദനത്തിന് വളരെ നല്ല രീതിയിൽ സഹായിക്കും. അതുകൊണ്ടാണ് ഉണക്കമുന്തിരി അതിൽ ആഡ് ചെയ്തത്. പിന്നെ നമുക്കറിയാം ശ്വാസകോശം എപ്പോഴും പ്രവർത്തിക്കണം അല്ലെ? ശ്വാസകോശം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. നമ്മളെ ഓക്സിജൻ നമ്മളെ ബ്രെയിനിൽ എത്താതെ ഇരുന്നാല് സെക്കൻഡുകൾക്കുള്ളിൽ സ്ട്രോക്ക് പോലത്തെ ഒരു ഭാഗം തളരുക, അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരും. കാരണം ഓക്സിജന് ബ്രെയിനിൽ എത്താത്ത ഒരു സെക്കൻഡുകൾക്കുള്ളിലാണ് ഒരു സെക്കൻഡ് പോലും വേണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓക്സിജൻ ബ്രെയിനിലേക്ക് എത്താത്തപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഊർജ ഉൽപാദനത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പം ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നന്മേനി വാഗ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നന്മേരി വാഗയ്ക്ക് അലർജിക്ക് എതിരെയായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും കൂടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഈ ആയുശ്വാസില് നന്മേദി വാഗ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അടുത്തതാണ് കണ്ടകാരി ചുണ്ടയും ആടലോടകവും. ആടലോടകം നമ്മള് പലരും കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മള് കഫം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ആടലോടകം കഴിക്കാറുണ്ട് അല്ലെ? പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു ഔഷധമാണ് ആടലോടകം. അപ്പം കുത്തിയുള്ള ചുമ അല്ലെങ്കിൽ കഫം, ഉള്ളില് കഫമുണ്ട് പക്ഷെ അതിങ്ങോട്ട് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഭയങ്കര സൗണ്ടില് ചുമച്ചുകൊണ്ട് കഫം പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള ചുമക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആടലോടകം കലക്കിയ തിളപ്പിച്ച വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ അതുപോലെ ആടലോടകം ഉരുളൊക്കെ ആക്കി ചോറിന്റെ കൂടെ അങ്ങനെ വിഴുങ്ങാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് ആടലോടകം കഴിക്കാറുണ്ട്. അപ്പം ആടലോടകം ആയുർവേദത്തില് രക്തപിത്തം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് രക്തപിത്തം. രക്തപിത്തം എന്ന് പറഞ്ഞാല് രക്തം പുറത്തേക്ക് വരിക, അതായത് വായുവിലൂടെയോ മൂക്കിലൂടെയോ, ചില ആളുകൾക്കൊക്കെ മൂക്കിലൂടെ രക്തം വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അവർക്കൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഈ ആടലോടകവും കണ്ടകാരി ചുണ്ടയും ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം വായുവിലൂടെയോ മൂക്കിലൂടെയോ രക്തം പുറത്തേക്ക് വരുന്ന അവസ്ഥ. ഇപ്പൊ ട്യൂബർക്ലോസിസ് ഉള്ള ആളുകളെ അറിയുന്ന ആളുകൾക്ക് അറിയാം, ട്യൂബർക്ലോസിസ് ഉള്ള ആളുകൾ ചുമച്ച് രക്തം ഛർദിക്കും അല്ലെങ്കിൽ രക്തം തുപ്പും. അപ്പൊ അത്രയും മാരകമായിട്ടുള്ള രോഗത്തിന് ഉത്തമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔഷധമാണ് നമ്മുടെ ആയുശ്വാസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഫത്തെ പുറത്തേക്ക് തള്ളാനും അത് കളയാനും ഒക്കെ ഉള്ള കഴിവാണ് നമ്മളെ കണ്ടകാരി ചുണ്ടക്കും ആടലോകത്തിനും ഉള്ളത്. പിന്നെ അടുത്തതാണ് ഇരട്ടി മധുരം മരമഞ്ഞള്. ഇരട്ടി മധുരം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇരട്ടി മധുരം വന്നാല് ഒരുപാട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട്.
ഇൻഫെക്ഷൻസ് എതിരെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. ഇൻഫെക്ഷൻസ് ഒക്കെ ചില ആൾക്കാർക്ക് ഇൻഫെക്ഷൻസ് വേഗം വരൂല്ലേ. അപ്പൊ അതിനൊക്കെ എതിരെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ അതുപോലെ കഫത്തെ പുറത്തേക്ക് കളയാനൊക്കെ കഴിവുള്ളതാണ്. പിന്നെ ഈ പാട്ട് പാടുന്നവരൊക്കെ ഇരട്ടി മധുരം കഴിക്കാറുണ്ട്. കാരണം ഇരട്ടി മധുരം കഴിച്ചാൽ നമ്മളെ സൗണ്ട് നല്ല സ്വീറ്റ് ആയിട്ട് മാറും. നല്ല മാധുര്യമുള്ള സൗണ്ട് ആയിട്ട് മാറും. അപ്പം ഇരട്ടി മധുരം കഴിച്ചാൽ നമ്മളെ സൗണ്ടൊക്കെ നല്ല നല്ല രീതിയിൽ സ്വീറ്റ് ആയിട്ട് മാറാനൊക്കെ സഹായിക്കും. അതിനാണ് ഇരട്ടി മധുരം ഇതില് ആഡ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞള് നമ്മൾ എപ്പോഴാണ് തേക്കുന്നത്? ഇപ്പം കടന്നലൊക്കെ കുത്തിയാല് നമ്മള് മഞ്ഞളെടുത്ത് വേഗം തേക്കും അല്ലെ? അതിന്റെ ആ ഒരു വിഷം പോകാനൊക്കെ അല്ലെങ്കിൽ അത് വീങ്ങി വരാതിരിക്കാനൊക്കെ നമ്മള് വേഗം മഞ്ഞളെടുത്ത് ആ സ്ഥലത്ത് പുരട്ടും. അപ്പം അതുപോലെ തന്നെ എന്തേലും വിഷോ ഏറ്റിട്ടുണ്ടെങ്കിലും ചൊറിച്ചിലൊക്കെ വരുമ്പോക്കെ നമ്മള് തുളസി നീരും മഞ്ഞളും കൂടി ചേർത്ത് അവിടെ പുരട്ടും. അപ്പൊ എന്താണ് മഞ്ഞളിന്റെ ആക്ഷന്? അതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാല് ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ആക്ഷൻ ആണ് മഞ്ഞളിനുള്ളത്. അപ്പം അമിതമായി നമ്മുടെ ലങ്സില് നമ്മുടെ ശ്വാസകോശത്തില് കഫം വന്ന് നിറയുമ്പോൾ അവിടെ ഒരുപാട് ബാക്ടീരിയാസിന് വളരാനായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പം അത്തരത്തിലുള്ള ബാക്ടീരിയസ് ഒക്കെ നിറയുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഔഷധമാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റില് വേണം. അപ്പം അതിനൊക്കെ എതിരായിട്ട് ഈ പ്രൊഡക്റ്റിൽ വേണം. അതിനാണ് മരമഞ്ഞൾ എന്ന ഔഷധം ചേർത്തിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് ജടമാഞ്ചി കൂടുതലും പ്രവർത്തിക്കുന്നത് ബ്രെയിനിലാണ്. ഇപ്പം ബ്രെയിനിലാണ് പറഞ്ഞാല് എന്താ ഇപ്പം ആസ്മ പോലത്തെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. കാരണം അവര് ഒരു യാത്ര പോയി ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളായിരിക്കും ഈ ആസ്മ പോലെയുള്ള രോഗങ്ങളുള്ള ആളുകള്. അവർക്ക് എപ്പോഴാണ് ശ്വാസം മുട്ടുക എന്ന് അറിയില്ല. അപ്പം എപ്പോഴും ഭയങ്കര ടെൻഷൻസ് ആയിരിക്കും. അപ്പൊ ഇൻഹീലറൊക്കെ എപ്പോഴും ഇങ്ങനെ കയ്യിൽ കരുതും. ടെൻഷനുള്ള ആളുകളാണല്ലേ. ടെൻഷൻ ഉണ്ടായത് കൊണ്ടാണ് അവർ എപ്പോഴാണ് ഉണ്ടാവാന്ന് അറിയില്ല. അതുകൊണ്ടാണ് എപ്പോഴും അവരുടെ പോക്കറ്റിൽ അത് ഇൻഹീലറൊക്കെ ഇങ്ങനെ വെച്ചത്. അപ്പൊ ആ ടെൻഷനിൽ നിന്ന് ഒരു റിലാക്സ് ആവാനാണ് നമ്മളെ ജടമാഞ്ചി ഉപയോഗിക്കുന്നത്. ഒരു റിലാക്സ് കിട്ടാനാണ് ജടമാഞ്ചി ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതാണ് ഏലക്ക. ഏലക്ക ആന്റി ബാക്ടീരിയൽ കർമ്മം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഏലക്ക ഈ ഒരു പ്രൊഡക്റ്റിൽ യൂസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ത്രികടു എന്ന് പറഞ്ഞാല് ചുക്ക്, കുരുമുളക്, തിപ്പല്ലി അതിന് ഓവറോൾ ഈ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളെയൊക്കെ കർമ്മങ്ങളെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ കഴിവുള്ളതാണ്. ഈ അതുപോലെ ദഹനശേഷി കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ചുക്ക്, കുരുമുളക്, തിപ്പല്ലി ഇതൊക്കെ ചേർത്തിട്ടുള്ളത് ദഹന പ്രക്രിയർക്കൊക്കെ കൂടുതൽ എളുപ്പമാവാനും ഒക്കെ ഇത് സഹായിക്കും. പിന്നെ അടുത്തതാണ് മധുവിന് കുറച്ചുകൂടി യോഗവാഹിത്യം, അതായത് കുറച്ചു എല്ലാ ഭാഗമായിട്ട് കൂടി ചേർന്നിട്ടുള്ള ഔഷധങ്ങൾക്ക് പൊട്ടൻസി കുറച്ചുകൂടി കൂടെ ചേർന്നിട്ടുള്ള ഒരു ഔഷധങ്ങളുടെ കഴിവിനെ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ള ഒരു കർമ്മമാണ് മധുവിനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ശർക്കര ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശർക്കര കുറച്ചുകൂടി ഊർജ ഉൽപാദനത്തിന് വേണ്ടിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തില് നമ്മളുടെ ബ്രെയിൻ റിലാക്സ് ആവാനും ബാക്ടീരിയ അങ്ങനത്തെ ഫംഗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എതിർക്കാനും അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഔഷധങ്ങൾ നിറഞ്ഞ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ ആയുഷ്വാസ് എന്ന ഈ ഒരു പ്രൊഡക്റ്റില് ഉൾപ്പെടുത്തിയത്. ആയുർവേദിക് ആയിട്ടുള്ള മരമഞ്ഞള്, അതുപോലെ ആടലോടകം, കഫൊക്കെ പുറത്ത് വരാനുള്ള ആടലോടകം, പിന്നെ അതുപോലെ റിലാക്സ് ആവാൻ നമ്മളെ ജടമാഞ്ചി, മനസ്സൊക്കെ റിലാക്സ് ആവാന് ജടമാഞ്ചി ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔഷധങ്ങളാണ് ഈ ആയുഷ്വാസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ആയുഷ്വാസി എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ കഴിക്കണം എന്ന് നോക്കാം. എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഇത് ആയുഷ്വാസം എന്ന് പറഞ്ഞാൽ ഒരു അവലേഹമാണ്. അത് ഇന്ന ടൈമില് കഴിക്കണം എന്നില്ല. ഇന്ന ടൈമില് രാവിലെ കഴിക്കണം, വൈകുന്നേരം കഴിക്കണം, അങ്ങനെ ഇന്ന ടൈമില് കഴിക്കണം എന്നില്ല.
അത് എപ്പോ വേണമെങ്കിലും ഇപ്പൊ നമുക്കൊരു ചുമ വരികയാണെങ്കിൽ നമുക്ക് ആശ്വാസം എടുത്ത് കഴിക്കാം. ഒരു ടീസ്പൂൺ കയ്യിലെടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്ത് അലിയിച്ചാണ് കഴിക്കേണ്ടത്. നമ്മൾ അലിയിച്ച് ഇങ്ങനെ ആ ആശ്വാസ ലേഹം എടുത്താണ്ട് മുങ്ങരുത്. കാരണം ചിലവരൊക്കെ വിഴുങ്ങും. അപ്പം വിഴുങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ വിഴുങ്ങരുത്. ഇത് അലിയിച്ച് കഴിക്കേണ്ട ഒന്നാണ് നമ്മളെ ലേഹ്യം. അപ്പം അതുപോലെ തന്നെ ഇത് 10 വയസ്സിന് മുകളിലുള്ള മുകളിലുള്ള ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത്. 10 വയസ്സ് മുതൽ ഉള്ള ആളുകൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ആസ്മ പോലത്തുള്ള പേഷ്യൻസിന് 1 തൊട്ട് 2 ടീസ്പൂൺ 10 മുതൽ 20 ഗ്രാം വരെ ദിവസവും ഭക്ഷണത്തിന് മുന്നേ വെറും വയറ്റില് 2 നേരമാണ് കഴിക്കേണ്ടത്. അപ്പം ഈ 10 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ചിലപ്പം ഒറ്റക്ക് ഇങ്ങനെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മളെ ബ്രെഡിൽ കൂടെയോ അതുപോലെ ചപ്പാത്തിന്റെ കൂടെയൊക്കെ പേസ്റ്റ് ആയിട്ട് കഴിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ അവലേഹം, ആയുശ്വാസ് എന്ന് പറഞ്ഞ അവലേഹം. പിന്നെ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പൊ ഒരാൾക്ക് ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആർക്കൊക്കെ ഇത് കൊടുക്കണം എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇതൊരിക്കലും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും കൊടുക്കാൻ പാടില്ല. ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ആയുശ്വാസ് എന്ന പ്രൊഡക്റ്റ് കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ പണ്ട് ചെറുപ്പം മുതലേ ജനിക്കുമ്പോൾ തന്നെ ആസ്മ രോഗമുള്ള ആളുകൾ ഉണ്ടാവും. അവർക്കൊന്നും ഇത് കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ പ്രമേഹമുള്ള ആളുകൾക്ക് ആയുശ്വാസ് കൊടുക്കരുത്. കാരണം ഇതിൽ ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഷുഗറിന്റെ അളവുണ്ട്. അപ്പം പ്രമേഹമുള്ള ആളുകൾക്ക് ആയുശ്വാസ് കൊടുക്കേണ്ടതില്ല. പിന്നെ നമ്മൾ ഇത് കൊടുക്കുമ്പോ 3 മാസം 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം 4 മാസം സ്റ്റോപ്പ് ചെയ്യാതെ, അതായത് അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരാതെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ നമ്മൾ അവരോട് പറയണം. കാരണം ഈ ഒരു മാസം കഴിച്ചിട്ട് റിസൾട്ട് വരുന്നില്ല എന്ന് പറയരുത്. അങ്ങനത്തെ ഒരു സാഹചര്യം വരുത്തരുത്. നമ്മൾ അവരോട് ആദ്യം തന്നെ പറയണം 3 മാസം കറക്റ്റ് ആയിട്ട് ഇടവേള നിർത്താതെ, അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരാതെ നിങ്ങൾ ഇത് യൂസ് ചെയ്യണം, കഴിച്ചു നോക്കണം എന്ന് പറയണം. അപ്പം കാലപ്പഴക്കം ചെല്ലും തോറും ആ ഒരു രോഗം മാറാൻ വളരെ പ്രയാസമാണ്. അപ്പം 3 മാസത്തോളം കൃത്യമായി കഴിക്കാനായിട്ട് നമ്മൾ അവരോട് പറയണം. ഇനി കുറച്ചുകൂടി പണ്ട് മുതലേ ഉള്ള അലർജിക് റിയാക്ഷൻസ് റിയാക്ഷൻസ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ ഈ ആയുശ്വാസ് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മള് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളോട് നമ്മൾ യോഗയും പ്രാണായാമവും ചെയ്യാൻ നമ്മൾ സജസ്റ്റ് ചെയ്യാം. അവരുടെ ജീവിത ശൈലിയിൽ യോഗയും പ്രാണായാമവും ചെയ്യാൻ നമ്മൾ പറയാ. ഈ യോഗയും അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുകയും കൂടെ തന്നെ നമ്മൾ ആയുശ്വാസ് എന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മൾ പ്രാണായാമം പറഞ്ഞാല് നമുക്കറിയാം, വലത്തെ മൂക്ക് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വെച്ചിട്ട് ഇടത്തെ മൂട്ടിലിട്ട് ശ്വാസം വലിച്ച് ഒരു 5 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് മറ്റേ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നതിനാണ് ഈ പ്രാണായാമം പറയുന്നത്. അപ്പം ഇങ്ങനെ പ്രാണായാമം ചെയ്യുന്നത് കൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇനിയിപ്പം പേഷ്യൻസ് അല്ലാത്തവർക്കും യോഗയും പ്രാണായാമവും നമ്മളെ മനസ്സിനും ശരീരത്തിനൊക്കെ റിലാക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് യോഗ, അല്ലെ? യോഗ നല്ലൊരു എന്താ പറയാ, നല്ലൊരു സംഭവമാണ്. യോഗ ചെയ്യുകയും പ്രാണായാമം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അവരോട് ഈ യോഗ ചെയ്യാനും പ്രാണായാമം ചെയ്യാനും നമ്മൾ പറയാം. നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ രോഗമുള്ള ആളുകളെ തേടി പിടിച്ച് നിങ്ങൾ ആയുശ്വാസ് കഴിക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ 95 കഴിക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, അങ്ങനെ പറഞ്ഞ് നമ്മൾ രോഗം നല്ല മൂർച്ഛാവസ്ഥയിൽ എത്തിയ ആളുകൾക്ക് കൊണ്ടുപോയി നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കരുത്. നമ്മള് ചെറിയ ചെറിയ ലക്ഷണമൊക്കെ ഉള്ള ആളുകൾക്ക് കൊടുക്കാം. അപ്പം
ലക്ഷണ ലക്ഷണങ്ങൾക്ക് ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാല് അവരുടെ ആ രോഗം മൂർച്ഛം കൂട്ടാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂർച്ഛാവസ്ഥയിലേക്ക് വരാൻ നമ്മൾ സമ്മതിക്കരുത്. അതിനു മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അവിടെ നിർത്തി വെക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ അവരോട് എന്താ അവർക്ക് പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുപോലെ തന്നെ രോഗം ഇല്ലാത്ത ആളുകൾക്കും രോഗം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കാവുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആയുഷ്വാസ് എന്നല്ല, എല്ലാ പ്രൊഡക്റ്റും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ രോഗമുള്ളവരെ തേടി നമ്മൾ പോവരുത്. നമ്മൾ രോഗം ഇല്ലാത്തവർക്ക് വരാതിരിക്കാനുള്ള ഒരു എന്താ വരാതിരിക്കാതെ നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനകത്ത് നല്ലത് വരാതെ നോക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ സാഹചര്യത്തിലൊക്കെ നമുക്കറിയാം അനുദിനം രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ കൊറോണ, നിപ്പ വൈറസ് അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ നമ്മള് തരണം ചെയ്ത് വന്നവരാണ്. അതിലൊക്കെ ഈ ശ്വാസകോശ തടസ്സം ഉള്ളവർക്കും ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവർക്കൊക്കെ, രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തവർക്കൊക്കെയാണ് കൊറോണ ഒക്കെ വേഗം പടർന്നു പിടിച്ചത്. അപ്പൊ അന്നൊക്കെ നമ്മുടെ കമ്പനിയിൽ കവചപ്രാശം രോഗം വരാതിരിക്കാനുള്ള എന്താ നമ്മളെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു ബൂസ്റ്ററാണ് നമ്മള് കവചപ്രാശം. അപ്പൊ അന്നൊക്കെ നമ്മള് കൊറോണ വൈറസ് ഒന്നും പടരാതിരിക്കാനും അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്താനൊക്കെ നമ്മൾ കവചപ്രാശം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വെൽനസ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഈ ഒരു കമ്പനി കൂടുതലും സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആരോഗ്യത്തിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.